എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. NWAG 111 ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് കണ്ടു കഴിഞ്ഞതാണ്. അതിൽ ഈ ഒരു സബ്ജക്റ്റില് ഏതൊക്കെ തരം ടോപ്പിക്കുകൾ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ യൂണിറ്റുകളിൽ ഡിസ്കസ് ചെയ്യും എന്നുള്ള ഒരു നാരോ ഐഡിയ നമ്മൾ കിട്ടിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 ആണ്. ആസ് എ ബേസ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 1 ആണ്. അതിൽ കുറച്ച് ടോപ്പിക് മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ടോപ്പിക്കുകൾ പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ഡിഫൈനിങ് വർക്ക് എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. സോ വർക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ബേസ് ആയിട്ടുള്ള ഐഡിയ നമുക്ക് ഈ ഒരു ഹെഡിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ യൂണിറ്റിന്റെ നെയിമിൽ നിന്ന് തന്നെ കിട്ടും. അപ്പം ആസ് ഇൻട്രൊഡക്ഷൻ മെൻഷൻ ഹിയർ, എന്താണ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് വുമൺ ഇൻ ദ എക്കോണമി. വുമൺ ഇൻ ദ എക്കോണമി എന്നാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ പേര്. സോ വുമൺ ഇൻ ദ എക്കോണമി എന്ന് പറയുമ്പോൾ അതിൽ എക്കോണമി എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ജോബ് ഉണ്ടാവും. ജോബ് എന്ന് പറയുന്നത് അതിൽ പെയ്ഡ് ജോബും ഉണ്ടാവും, അൺപെയ്ഡ് ജോബും ഉണ്ടാവും. സോ പെയ്ഡ് ജോബും അൺപെയ്ഡ് ജോബും ബോത്ത് എങ്ങനെയാണ് ഒരു വുമണിനെ അല്ലെങ്കിൽ ഫോർ വുമണിനെ ഈ ഒരു വേൾഡ് വൈഡ് നോക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് എഫക്ട് ചെയ്യുന്നത്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്നതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിലും ഇനി വരാൻ പോകുന്ന യൂണിറ്റിലും ഒക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മുടെ യൂണിറ്റിന്റെ നെയിം മെൻഷൻ ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് വർക്ക് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഒരു ഏറ്റവും അടിസ്ഥാനമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് വർക്ക്. വർക്കിനെ നമ്മൾ ഒരു അണ്ടർവാല്യൂ ചെയ്ത് കാണുന്നുണ്ട്. വുമന്റെ വർക്കിനെ അണ്ടർവാല്യൂ ചെയ്ത് കാണുന്നുണ്ട്. എന്താ പറയുക, വുമൺ വർക്കിന് പോവണ്ട എന്ന് പറയുന്ന കുറെ സാഹചര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. വുമണ് വർക്ക് ഡിനൈ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ കേൾക്കുന്നുണ്ട്. വുമന്റെ വർക്ക് അണ്ടർവാല്യൂ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സോ ഇതൊക്കെയും മെൻഷൻ ചെയ്തിട്ട് ഇതൊക്കെയും പറഞ്ഞു പോയിട്ടായിരിക്കും ഈ ഒരു യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ കുറെ ഇന്റർനാഷണൽ ബോഡീസ്, ഇന്റർനാഷണൽ ഏജൻസീസ്, നാഷണൽ ഏജൻസീസ് എങ്ങനെയാണ് വർക്കിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കൂടെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. മാത്രമല്ല നമ്മൾ പറഞ്ഞു വുമന്റെ വർക്ക് ഇൻവിസിബിൾ ആയി പോകുന്ന അല്ലെങ്കിൽ അണ്ടർവാല്യൂ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് ഈ വേൾഡിലുണ്ട്. അതിപ്പം ഡൊമസ്റ്റിക് വർക്ക് ആണെങ്കിൽ, ഡൊമസ്റ്റിക് വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലികളെയാണ് ഡൊമസ്റ്റിക് വർക്ക് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് വർക്ക് ആണെങ്കിലും നമ്മൾ പുറത്ത് ചെയ്യുന്ന ജോലി ആയാലും വുമന്റെ വർക്ക് അവിടെ അണ്ടർവാല്യൂ ആയി പോകുന്ന, ഇൻവിസിബിൾ ആയി പോകുന്ന, വുമന്റെ വർക്കിന്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ നാഷണൽ ഇൻകത്തിൽ കിട്ടാത്ത അവസ്ഥ, ഇത്തരം ഒരു കുറെ സാഹചര്യങ്ങൾ നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ലേൺ ചെയ്യും. ഇതൊക്കെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ഇതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ എക്സ്പ്ലോർ ചെയ്തു പോകും. ഇത് മാത്രമല്ല ഈ യൂണിറ്റിന്റെ ലാസ്റ്റിലേക്ക് വുമൺ വർക്കിനെ പറ്റിയിട്ട് വന്ന ഡിഫറെന്റ് ഡിബേറ്റ്സ് എന്ന് വെച്ചാൽ ഫെമിനിസ്റ്റ് ഡിബേറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. എങ്ങനെയാണ് എന്താ പറയുക, ക്യാപിറ്റലിസ്റ്റും മാർക്സും പിന്നെ ലേറ്റർ ആയിട്ട് വന്നിട്ടുള്ള ഫെമിനിസ്റ്റ് സപ്പോർട്ടേഴ്സും ഫെമിനിസ്റ്റ് ഡിബേറ്റ്സ് ഒക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. സോ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാനുള്ളത് ഇതാണ്. നമുക്ക് ബാക്കിയുള്ള സബ് ടോപ്പിക്കുകളിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കൺസെപ്ച്വലൈസിങ് വർക്ക് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ തീം. സോ ഫസ്റ്റ് ഏറ്റവും വരുന്നത് ഡെഫിനേഷൻ ഓഫ് വർക്ക് ആണ്. ഇതൊരു നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാം, എന്താണ് വർക്ക്, വാട്ട് യു മെൻ ബൈ വർക്ക്. പിന്നെ ഈ ഒരു 1.3 എന്ന് പറയുന്ന ഒരു സബ് ഡിവിഷനിൽ വരുന്നത് വർക്ക് എന്ന് പറയുന്നതിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ മാത്രമല്ല, പല ഏജൻസീസ് ലൈക് സെൻസസ് ഓഫ് ഇന്ത്യ, പിന്നെ NSSO എങ്ങനെയാണ് വർക്കിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുകൂടെ പഠിക്കേണ്ടി വരും നമ്മൾ. സോ കോമൺ ആയിട്ടുള്ള ഡെഫിനേഷൻ നമ്മൾ പഠിക്കണം. ബാക്കി സെൻസസ് ഓഫ് ഇന്ത്യ പോലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് വർക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതും ഡിഫറെന്റ് ഇയേഴ്സിൽ എങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുകൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സോ ഡെഫിനേഷൻ ഓഫ് വർക്ക് ഇതിൽ പറയുമ്പോൾ വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് എ പാർട്ടിസിപ്പേഷൻ വിച്ച് ക്യാൻ ബി ഫിസിക്കൽ ഓർ മെന്റൽ ഇൻ നേച്ചർ. എങ്ങനെയൊക്കെ വരാം,
ഫിസിക്കലോ അല്ലെങ്കിൽ മെന്റലായിട്ടോ വരുന്നതാക്കാം. ഈ ഫിസിക്കൽ എന്ന് പറയുന്നത് ഫിസിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള നമ്മുടെ ശരീരം കൊണ്ട് പണിയെടുക്കുന്നത് ഉണ്ടാവില്ലേ. നമ്മളിപ്പം ഒരു അഗ്രികൾച്ചർ ലാൻഡിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈലറിങ് ചെയ്യുന്നത്, ഫുഡ് പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ട് മാറുന്നത്, ഇതൊക്കെ വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി, നമ്മൾ ശാരീരികമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഫിസിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. പിന്നെ ചില ആൾക്കാർ മെന്റൽ ഇൻ നേച്ചർ, നമ്മൾ കുറെയൊക്കെ വൈറ്റ് കോളേഴ്സ് ജോബായിട്ടുള്ള നമ്മള് എഴുതുന്ന ആൾക്കാര്, ചിന്തിക്കുന്ന ആൾക്കാര്, ഫിലോസഫേഴ്സ്, റിസർച്ച് സ്കോളേഴ്സ്, ഇവരൊക്കെ എന്ന് വെച്ചാല്, പിന്നെ സയന്റിസ്റ്റുകള്, ഫിസിക്കൽ ആക്ടിവിറ്റി ഇവരുടെ ഭാഗമാണെങ്കിലും കൂടുതലായിട്ട് ഇവർ മെന്റലി ആണ് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് നമ്മള് ഇപ്പം ISR എടുക്കുകയാണെങ്കിൽ അവിടെ കുറെ സയന്റിസ്റ്റുകൾ ഉണ്ടാവും. ഇവരവിടെ ഫിസിക്കലി ഇൻവോൾവ് ആകുന്നതിന് പകരം കുറെ ആൾക്കാരും മെന്റലി ആയിരിക്കും, അവരുടെ IQ വെച്ചിട്ട്, അവരുടെ ഒരു ബുദ്ധി വെച്ചിട്ടായിരിക്കും അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. സോ വർക്ക് എന്ന് പറയുന്നത് ഫിസിക്കലി ബോത്ത് മെന്റലി കൂടെ ആണ്. ഇനി എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി, അത് മാത്രമല്ല ഇതൊരു എക്കണോമിക്കലി പ്രൊഡക്റ്റീവും കൂടെ ആക്ടിവിറ്റി ആണ്, വിത്ത് ഓർ വിത്തൗട്ട് റിസീവിങ് എനി കൈൻഡ് ഓഫ് കോമ്പൻസേഷൻ ദാറ്റ് ഓർ വേജിങ് ക്യാഷ് ഓർ എനിത്തിങ് കൈൻഡ്. ലൈക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം മെൻഷൻ ചെയ്യുന്നത് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആവണം, പക്ഷേ അവിടെ വേജോ കോമ്പൻസേഷനോ ചിലപ്പം കിട്ടാം, ചിലപ്പം കിട്ടാതിരിക്കാം. വിത്തൗട്ട് റിസീവിങ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവണം, എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആവും വേണം, ബട്ട് ചില സാഹചര്യങ്ങളിൽ വിത്തൗട്ട് റിസീവിങ് എനി കൈൻഡ് ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്നുണ്ട്. അത് മെൻഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആവുക എന്ന് പറയുന്നത് അവിടെ ഒരു വേജ് കൊടുക്കുന്നതിലൂടെ മാത്രമല്ല. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വുമന്റെ വർക്ക് എടുക്കാം. നമ്മുടെ രാജ്യത്തായാലും വേൾഡ് വൈഡ് ആയിട്ടായാലും സ്ത്രീകൾ സ്വന്തം വീട്ടിൽ കൂടുതലായിട്ട് പണിയെടുക്കുന്നുണ്ട്. സ്ത്രീകളാണ് വീട്ടിലെ, നമ്മുടെ ഇന്ത്യയിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് കാണാം സ്ത്രീകളാണ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്. സോ വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്താ പറയാ, നമ്മുടെ എക്കോണമിയിലേക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാണോ? നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇളക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എന്തെങ്കിലും സംരംഭങ്ങളുടെ ഭാഗമാവുന്നുണ്ട്. പക്ഷെ എന്തിന് നമുക്ക് ഇതൊന്നും ചെയ്തിട്ട് സ്ത്രീകൾക്ക് വരുമാനം കിട്ടുന്നില്ല? പക്ഷെ ഈ വരുമാനം കിട്ടാത്തത് കൊണ്ട് അത് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ജോലികൾ കൊണ്ട് മറ്റ് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്ത്രീകള്. സോ മറ്റാളുകളെ ഹെൽപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും വരികയാണെങ്കിലും അത് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. സോ അതാണ് ഡെഫിനേഷൻ ഓഫ് വർക്ക് വരുന്നത്. ഒന്നും കൂടെ പറയാം, വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് പാർട്ടിസിപ്പേഷൻ. എന്താ പറയാ, നമ്മുടെ ഫിസിക്കലിയും മെന്റലിയും ഉള്ള ഒരു പാർട്ടിസിപ്പേഷൻ, അത് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആയിട്ട് ഉള്ള ആക്ടിവിറ്റി ആവണം. അതിന് പേയ്മെന്റ് അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് കോമ്പൻസേഷനോ വേജോ ലഭിക്കാതെ ഇരിക്കാം. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെൻസസ് ഓഫ് ഇന്ത്യ ഡിഫറെന്റ് ഇയേഴ്സിൽ കൊടുത്ത നമ്മുടെ ഡെഫിനേഷൻസ് നമുക്ക് ശ്രദ്ധിക്കാം. സോ 1951 ഫസ്റ്റ് വരുന്നത്. 1951 വരുന്നത് വർക്കേഴ്സ് എന്ന് പറയുന്നത് സെൽഫ് സപ്പോർട്ടിംഗ് പേഴ്സണും ദെൻ ഏർണിംഗ് ഡിപ്പെൻഡൻസും കൂടിയാണ്. ഈ സെൽഫ് സപ്പോർട്ടിംഗ് പേഴ്സൺ എന്ന് വെച്ചാല്, നമ്മളിപ്പം ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ട്, സപ്പോസ് വിചാരിക്കുക 1 lakh പെർ മന്ത് എനിക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മള് ഈ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഒരാള് ഒരു 1 lakh പെർ മന്ത് ഏൺ ചെയ്യുന്നത് വെച്ചാല്, നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഒരു സാധാ കേരളത്തിലുള്ള ഒരു ജില്ലയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്തായാലും സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ് ഏൺ ചെയ്യുന്നത്. അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയാലും അവരുടെ ഹൗസ് ലോൺ ആയാലും എന്തായാലും എന്തൊക്കെ തരം ഇതായാലും ഒരു നമുക്കുള്ള എല്ലാ ചെലവുകളും കഴിച്ചിട്ട് അത്യാവശ്യം ഒരു സേവിങ്സ് ഒക്കെ വെച്ച് പോകാൻ പറ്റുന്ന ഒരു ഇൻകം ആയിട്ട് 1 lakh നമുക്ക് കരുതാം. ബട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഒരാള് വർക്ക് ചെയ്യുന്നത്, അതേ ഒരു ജില്ലയിൽ അതേ ഒരു പ്ലേസിൽ ഒരാൾ വർക്ക് ചെയ്യുന്നത് വെറും 10,000 രൂപ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വേജ് എന്ന് പറയുന്നത് 10,000 രൂപ മാത്രമാണ് പെർ മന്ത്. സോ ആ 10,000 കൊണ്ട് ഇതേ ആക്ടിവിറ്റീസ് അയാള് മീറ്റ് ചെയ്യണം. ലൈക് നമ്മുടെ മക്കളുടെ എഡ്യൂക്കേഷൻ, ഹൗസ് ലോണ്, ലൈക് എനി കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസസ് ഇയാൾ മീറ്റ് ചെയ്യണം. സോ അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ 1 lakhനും 10,000നും ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് അല്ലെ. അപ്പൊ 1 lakh ഏൺ ചെയ്യുന്ന ആള് സെൽഫ് സപ്പോർട്ടിംഗ് പേഴ്സൺ ആയിട്ടും ഏർണിംഗ് ഡിപ്പെൻഡൻസ് ഈ 10,000 ഏൺ ചെയ്യുന്ന ആളായിട്ടും
നമുക്ക് കണക്കാക്കാം. അവിടെ പറയുന്നുണ്ട് ഏണിംഗ് ഡിപ്പെൻഡൻസ് വെച്ചാൽ ഇൻസഫിഷ്യന്റ് ഇൻകം ആണെന്ന്. ഈ 10,000 കിട്ടുന്ന ആൾക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻകം ആണോ കിട്ടുന്നത്? അയാൾ ഏൺ ചെയ്യുന്നുണ്ട്, പറയുമ്പോ എന്താ, അയാൾ ജോലിക്ക് പോകുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട്, മറ്റേ ആളും ഏൺ ചെയ്യുന്നുണ്ട്, മറ്റേ ആൾക്ക് സഫിഷ്യന്റ് ആയിട്ട് മാറുന്നുണ്ട്. ബട്ട് സെക്കൻഡ് പേഴ്സണിന് അത് സഫിഷ്യന്റ് ആയിട്ട് മാറുന്നില്ല. സോ 1951 വന്നിട്ടുള്ള ഈ വർക്കറിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് പ്യൂർലി അൺപെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മള് ജനറലി പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ഒരു ഇമ്പോർട്ടൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് സെൻസസ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു 1951 ഡെഫിനേഷൻ വന്നിട്ടുള്ളത്. ദെൻ ലേറ്റർ 10 years 1961 NSSO ഒരു നമ്മുടെ ഡെഫിനേഷൻ വീണ്ടും റിന്യൂ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ ഓഫ് വർക്ക്. അവിടെ എന്താണ്, അവിടെ ഒരു ഇതിനല്ല, നമ്മുടെ ഏർണിങ്സിനല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഡ്യൂറേഷൻ ഓഫ് വർക്ക് ആണ്. ഇവിടെ പറയുന്നുണ്ട് മോർ ദാൻ 1 hour പെർ ഡേ ഫോർ മെയിൻ സീസൺ എന്ന് പറയുന്നത് ആ ഒരു 1961 കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യ ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരിക്കും. കൂടുതലായിട്ട് ഇന്ത്യ മെജോറിറ്റി അഗ്രികൾച്ചറിൽ ഫോക്കസ് ചെയ്ത് ഒരു കാലഘട്ടമായിരിക്കും. ദെൻ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി വർക്കേഴ്സ് എക്സാമ്പിൾ ആയിട്ട് ഇത് രണ്ടും കൊടുക്കാനുള്ള കാരണം അതാണ്. സോ ഒരു അവർ പെർ ഡേ 1 hour പെർ ഡേ വർക്ക് ചെയ്യുന്ന ആളുകളെ എന്താ പറയാ, പിന്നെ 50 days പ്രിസീഡിങ് എന്യൂമറേഷൻ ഫോർ അതർ വർക്കേഴ്സ്. ഈ അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ് അല്ലാതെ വർക്ക് ചെയ്യുന്ന ആളുകൾ 50 days പ്രിസീഡിങ് എന്യൂമറേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഇവരെയാണ്, അല്ലെങ്കിൽ ഡ്യൂറേഷൻ വെച്ചിട്ടായിരുന്നു 1961 ഡെഫിനേഷൻ, വർക്കിന്റെ ഡെഫിനേഷൻ NSSO റിന്യൂ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് 1971 വർക്കറിന്റെ ഡെഫിനേഷൻ വന്നിട്ടുണ്ട്. someone whose മെയിൻ ആക്ടിവിറ്റി വാസ് പ്രൊഡക്റ്റീവ് വർക്ക്. ഈ പ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക്. അതിൽ വുമന്റെ വർക്ക്, ഈ ഡൊമസ്റ്റിക് വർക്ക് അവർ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോൺ വർക്കർ ആയിട്ടാണ് കണക്കാക്കുന്നതെന്ന്. നമുക്ക് ഇതിൽ വായിച്ചാൽ മനസ്സിലാവും. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക് മാത്രമേ വർക്കായിട്ട് മെൻഷൻ ചെയ്യുന്നുള്ളൂ. വുമൺ ചെയ്യുന്ന ഡൊമസ്റ്റിക് വർക്ക് എന്ന് പറയുന്നത് അവിടെ നോൺ വർക്കേഴ്സ് ആയിട്ട് അവര് കണക്കാക്കിയിരുന്നത്. സോ അവിടെ ഒരു ഡിനയിങ് ആണ് അല്ലെ, സ്ത്രീകളെ ഒരു അണ്ടർവാല്യൂ, സ്ത്രീകളുടെ ജോലിയെ അല്ലെങ്കിൽ അവരുടെ വർക്കിനെ, അവരുടെ ഒരു പങ്കാളിത്തത്തിനെ അണ്ടർസ്കോർ ചെയ്ത് വാല്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് 1971 വന്നിട്ടുള്ളത്. ദെൻ 1981 മുതൽ ഇൻക്ലൂഡഡ് മാർജിനൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ എനി കൈൻഡ് ഓഫ് ആക്ടിവിറ്റി ലൈക്ക് അഗ്രികൾച്ചർ ജോലി ചെയ്യുന്ന ആൾക്കാര്, നമ്മുടെ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഈ മാർജിനൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. സോ മാർജിനൽ വർക്കേഴ്സും 1981 മുതൽ എന്തായിട്ടുണ്ട്, നമ്മുടെ വർക്കിലെ ഡെഫിനേഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ നമ്മൾ മാർജിനൽ വർക്കേഴ്സ് 1981 മുതൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ മോർ ദാൻ 6 months വർക്ക് ചെയ്യുന്ന ആളുകളെ മാർജിനൽ വർക്കേഴ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ്. പിന്നെ വുമൺസ് വർക്കിന് 2 ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ വിത്തിൻ ദ ഹൗസ് ഹോൾഡ്, ദാറ്റ് ഈസ് അൺപെയ്ഡ് ഡൊമസ്റ്റിക് കെയർ ഗീവിംഗ് ഫാമിലി ബേസ്ഡ് വർക്ക്. ഇത് വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു വിത്തിൻ ദ ഹൗസ് ഹോൾഡ് എന്നുള്ള മാനറിൽ കൊടുത്തിട്ടിരിക്കുന്നതെന്ന്. അൺപെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും പൈസ കിട്ടില്ല. ഡൊമസ്റ്റിക് വർക്ക് ആയിരിക്കും, പക്ക നമ്മുടെ വീട്ടിലുള്ള ഹൗസ് കോഴ്സ് ചെയ്യുന്ന പോലത്തെ വർക്ക് ആയിരിക്കും. ലൈക്ക് പാത്രം കഴുകുക, തുണി അലക്കുക, അങ്ങനത്തെ വർക്കുകളായിരിക്കും. കെയർ ഗീവിങ്, നമ്മുടെ വീട്ടില് ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ബെഡ് റിഡൺ ആയിട്ടുള്ള ആളുകളോ ഉണ്ടെങ്കിൽ അവരെ നോക്കുന്ന ചുമതല സ്ത്രീകൾക്കിരിക്കും. അതേപോലെ ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള നമ്മളൊരു വീട്ടില് നമ്മുടെ സ്വന്തം വീട് ആലോചിക്കുക, അവിടെയുള്ള വർക്കുകൾ ആലോചിക്കുക. അപ്പം അത് വിത്തിൻ ദ ഹൗസ് ഹോൾഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ദെൻ വരുന്നത് ഔട്ട്സൈഡ് ദ ഹൗസ് ഹോൾഡ് ആണ്. ഔട്ട്സൈഡ് ദ ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ വീണ്ടും പുറത്തുള്ള വർക്കുകൾ. അത് പെയ്ഡ് ആണ്, ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം, എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ദെൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, UN-ന്റെ എസ്റ്റിമേറ്റ് ആണ്, യുണൈറ്റഡ് നേഷൻസിന്റെ. നമ്മുടെ ഈ ലോകത്ത് 50% പെണ്ണുങ്ങളുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുണ്ട്. ഈ 50% സ്ത്രീകള് ജീവിച്ചിരിക്കുന്ന ലോകത്ത് നമ്മുടെ സ്ത്രീകളുടെ ജോലിയിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് 2/3 ആണ്. ഈ 2/3 ഇപ്പം 30 ആൾക്കാർ ഈ ഒരു ലോകത്തുണ്ട് വെച്ചാല് അതിൽ 30 ആൾക്കാരാണ് സ്ത്രീകൾ എന്ന് വെച്ചാൽ 20 ആൾക്കാരും അതിൽ 30 സ്ത്രീകളിൽ 20 ആൾക്കാരും പണിയെടുക്കുന്നുണ്ട്. പക്ഷേ
അതിൽ തന്നെ 1/10 ഓഫ് ഇൻകം മാത്രമേ ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു 30 ആള് 20 ആൾക്കാർ വർക്ക് ചെയ്യുമ്പോഴും അവർക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 1/10 ആണ്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മെയിൽ ഫീമെയിൽ ഡിസ്ക്രിമിനേഷൻ വളരെ നല്ല രീതിയിൽ ഷോ ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 1/10 മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ, സ്ത്രീകൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് മാത്രമല്ല, അതിനേക്കാളും ഞെട്ടിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 1/100 മാത്രമേ നമ്മുടെ സ്വത്തവകാശം അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് സ്ത്രീകളുടെ കയ്യിൽ ലഭിക്കുന്നുള്ളൂ എന്നാണ്. 50% സ്ത്രീകളാണ്. അതില് 2/3 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, 2-3 ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ 10-1% മാത്രമേ ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. 100-1 മാത്രമേ സ്ത്രീകൾക്ക് മാത്രമേ നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടി വെക്കാൻ കഴിയുന്നുള്ളൂ, അല്ലെങ്കിൽ സമ്പാദിച്ചിട്ട് അവർക്ക് സ്വത്ത് കയ്യിൽ വെക്കാൻ കഴിയുന്നുള്ളൂ. സോ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും വുമന്റെ വർക്ക് എന്താണ് അണ്ടർ വാല്യൂ ആയി പോവാണ് എന്നുള്ളത്. പിന്നെ ഒരു റീസെന്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് 2011-12 അത് നമുക്കറിയാം ലാസ്റ്റ് സെൻസസ് നടന്നത് 2011 ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആണ്. സപ്പോസ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗൂഗിളിൽ തപ്പിയിട്ട് പുതിയ ഡാറ്റ എടുക്കാം. ബട്ട് നമ്മുടെ സോഴ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡാറ്റ മാത്രമേ ഈ ഒരു PPT-യിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുള്ളൂ. സോ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ 2011-12 36.4 ആക്റ്റീവ് ലേബർ ഫോഴ്സ് ഉണ്ട് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഈ ഡീഫെമിനൈസേഷൻ എന്ന് പറയുന്നത് ഡീഫെമിനൈസേഷൻ ഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീല് വരുന്ന ഒരു വേർഡ് ആണല്ലേ ഡി എന്ന് പറയുമ്പോൾ. സോ ഡീഫെമിനൈസേഷൻ എന്ന് പറയുന്നത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിൽ വുമന്റെ പങ്കാളിത്തം, അത് എന്താ പറയുക, എസ്പെഷ്യലി ഇൻ റൂറൽ ഇന്ത്യ എന്നാണ് പറയുന്നത്. അവിടെ ലേബർ ഫോഴ്സിൽ അല്ലെങ്കിൽ ഓവറോൾ എക്കണോമിക് ഗ്രോത്തിലും വുമന്റെ പങ്കാളിത്തം കുറയുന്നതിനാണ് ഡീഫെമിനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനൊക്കെ കാരണമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്? സോഷ്യൽ നോംസ്, ലാക്ക് ഓഫ് സ്യൂട്ടബിൾ ജോബ്സ്, അണ്ടർ വാല്യുവേഷൻ ഓഫ് വുമൺസ് വർക്ക് ഇൻ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെ എന്താ പറയുക റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോഷ്യൽ നോംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കുറെ വീടുകളിൽ ഇപ്പോഴും ജോലിക്ക് വിടാത്ത അവസ്ഥയുണ്ട്. പിന്നെ സ്ത്രീകള് നമ്മള് കൂടുതൽ പഠിച്ച ആളുകള് തനിക്ക് പറ്റിയ ജോലിയല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പല ജോലികൾക്ക് പോവാത്ത അവസ്ഥ ഉണ്ട്. പിന്നെ ചില ആളുകൾ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ ജോലിക്ക് പോവാത്ത ആൾക്കാരുണ്ട്. സോ ലാക്ക് ഓഫ് സ്യൂട്ടബിൾ ജോബ്സ് എന്ന് പറയുന്നത് ഈ 2 ക്രൈറ്റീരിയയിൽ വരാം. പിന്നെ അണ്ടർ വാല്യുവേഷൻ ഓഫ് വുമൺസ് വർക്ക് ഇൻ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ലൈക്ക് നമ്മുടെ ഡൊമസ്റ്റിക് വർക്ക് പോലെയുള്ള പിന്നെ ഫാമിലി ഹൗസ് ഹോൾഡിൽ ഉള്ള ബിസിനസ്സിലുള്ള വുമന്റെ ആക്ടിവിറ്റീസ്, ഇതൊന്നും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. സോ ഇതൊക്കെയും ഡീഫെമിനൈസേഷന്റെ ഒരു റീസൺ ആണ്, ഡീഫെമിനൈസേഷൻ വിസിബിൾ ആവാനുള്ള റീസൺ ആണ്. ദെൻ സെൻസസിന്റെ നമ്മൾ ഡിഫറെന്റ് ഇത് പഠിച്ചു, ഡെഫിനീഷൻസ് പഠിച്ചു. ബട്ട് നമുക്ക് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്, എങ്ങനെയാണ് വർക്കേഴ്സിനെ കാറ്റഗറി ചെയ്തിട്ടുള്ളതെന്ന് ഇനി നോക്കാം ആസ് പെർ ദ സെൻസസ് ഓഫ് ഇന്ത്യ. സോ 1, 2, 3 ഒരു 6 കൈൻഡ് ഓഫ് കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് വരുന്നത് മെയിൻ വർക്കർ ആണ്. ഈ മെയിൻ വർക്കർ എന്ന് പറയുന്നത് ഒരു ഇയറില് മെജോറിറ്റി ഓഫ് ദ ടൈമും വർക്ക് ചെയ്യുന്ന ആളെയാണ് മെയിൻ വർക്കർ എന്ന് പറയുന്നത്. മെജോറിറ്റി ഓഫ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു 6 months 183 ഡേയ്സോ അതിനേക്കാളും കൂടുതൽ ഡേയോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം റെഫറൻസ് പീരീഡ് എന്ന് പറയുന്നുണ്ട്. റെഫറൻസ് പീരീഡ് പറഞ്ഞാൽ ഒരാളുടെ റെഫറൻസ് പീരീഡ് ഇപ്പം 1.5 1 year ആയിട്ടായിരിക്കും. സോ അതില് അയാള് എന്താ പറയാ ആ ഒരു റെഫറൻസ് പീരീഡിൽ മാക്സിമം നമ്പർ ഓഫ് ഡേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം മെയിൻ വർക്കർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ലൈക്ക് ടീച്ചേഴ്സ് കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1 year 2 year എന്നുള്ള രീതിയിൽ കോൺട്രാക്ട് ബേസ്ഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ എന്താ അവര് ഏറെക്കുറെ എല്ലാ ഡേയും വർക്ക് ചെയ്യില്ലേ, അവർക്ക് കോൺട്രാക്ട് ബേസ്ഡ് ആയതുകൊണ്ട് ആ മുഴുവൻ ഡേയും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ ആ ഒരു വർക്കിനെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് വർക്കിനെയാണ് മെയിൻ വർക്കർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മാർജിനൽ വർക്ക് എന്ന് പറയുന്നത് ഹു വർക്ക്ഡ് ലെസ് ദാൻ 6 months ഓഫ് ദ റെഫറൻസ് പീരീഡ് എന്ന് പറയുന്നത്.
നമ്മൾ നേരത്തെ മെയിൻ വർക്കറിൽ പറഞ്ഞു മെജോറിറ്റി ഓഫ് ദ ടൈം വർക്ക് ചെയ്യുന്ന ആളാണ്. മാർജിനൽ വർക്കർ എന്ന് പറയുന്നത് അവരുടെ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ലെസ് ദാൻ 6 months ആണ്, അല്ലെങ്കിൽ ലെസ് ദാൻ 180 days വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ മാർജിനൽ വർക്കർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് ലൈക് മാർജിനൽ വർക്കിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാമെങ്കിൽ ഈ അഗ്രികൾച്ചർ സീസണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, നമുക്ക് ഓരോരോ കൈൻഡ് ഓഫ് സീസൺ ആണ് അല്ലെ. അരി നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്ന ടൈം ആയിരിക്കില്ല നമ്മൾ മറ്റു പച്ചക്കറികൾ കൃഷി ചെയ്യാം. ഇപ്പം അത് കേരളത്തിലെ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പം കരിമ്പ് കൃഷി ചെയ്യുന്ന സമയത്ത് ഇരിക്കലും ഗോതമ്പ് കൃഷി ചെയ്യാം. സോ ഓരോരോ സീസൺ അനുസരിച്ചാണ് ഓരോരോ വിളകൾ കൃഷി ചെയ്യുക. സോ ആ ഒരു സീസൺ എന്ന് പറയുന്നത് ചിലപ്പം 4 to 6 months ആയിരിക്കും. ഈ 4 to 6 months മാക്സിമം നമ്പർ ഓഫ് വർക്ക് അല്ലെങ്കിൽ ആ ഒരു ലെസ് ദാൻ പീരീഡിൽ വർക്ക് ചെയ്തിട്ടുള്ള വർക്കേഴ്സിനെ അഗ്രികൾച്ചർ സെക്ടറിൽ പറയുകയാണെങ്കിൽ അങ്ങനെ. ഇപ്പൊ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മളൊരു 6 months ആണ് ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടി വെച്ചാൽ ആ ഒരു കൈൻഡ് ഓഫ് ടൈമിലേക്ക് മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മാർജിനൽ വർക്കേഴ്സ് എന്ന് പറയും. ദെൻ കൾട്ടിവേറ്റേഴ്സ്, ഈ കൾട്ടിവേറ്റേഴ്സും നെക്സ്റ്റ് വരുന്ന അഗ്രികൾച്ചർ ലേബറും നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ടും കൃഷിയായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് ഈ കൾട്ടിവേറ്റേഴ്സിൽ പറയുന്നത് അയാള് സ്വന്തം ലാൻഡിലോ എന്റെ സ്വന്തം ഭൂമിയിലോ അല്ലെങ്കിൽ ഞാൻ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഒരു ഭൂമിയിലോ മൊത്തമായിട്ടുള്ള ഒരു കൃഷിയുടെ പ്രോസസ്സ്, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ലൈക് പ്ലോയിങ്, സോയിങ്, ഹാർവെസ്റ്റിംഗ്, പോസ്റ്റ് ഹാർവെസ്റ്റ് വർക്ക്, നമ്മൾ ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെയുള്ള വർക്ക് മൊത്തമായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും കൾട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് ഈ അഗ്രികൾച്ചർ ലേബറിലേക്ക് വരുമ്പം ഇതിൽ നമ്മൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി പറയുന്നുണ്ട്. സോയിങ്, വിതയ്ക്കുന്നതും കൊയ്യുന്നതും പാടം ഒരുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. സോ അതിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലായിരിക്കും അഗ്രികൾച്ചർ ലേബേഴ്സ് വർക്ക് ചെയ്യുക. അത് അയാൾ വർക്ക് ചെയ്യാൻ എന്തായാലും വേറൊരാളെ കൃഷിഭൂമിയിലേക്കും. അപ്പൊ ആ കൃഷിഭൂമിയുള്ള ആള് അയാൾ അവിടെ എന്തായാലും കൃഷി ഇറക്കുന്നുണ്ടാവും, അയാളായിരിക്കും അവിടെ മെയിൻ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇയാൾക്ക് കൂടുതലായിട്ട് തൊഴിലാളികളെ വേണം അല്ലെങ്കിൽ ഹെൽപ്പേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി അയാളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പൈസ ഒരു ഡെയിലി വേജിൽ കൊടുത്തിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യും അല്ലെ, അവരോട് നമ്മളെ പണിക്ക് വരാൻ വേണ്ടി പറയും. അപ്പം അങ്ങനെ ഡെയിലി വേജിന് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൃഷിപ്പണി എടുക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, അവരെയാണ് ഈ അഗ്രികൾച്ചർ ലേബേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൺഫ്യൂഷൻ വരരുത്. കൾട്ടിവേറ്റേഴ്സ് എന്ന് പറയുമ്പം ഒന്നുകിൽ അവർക്ക് ചിലപ്പോൾ റൈറ്റ് ഉണ്ടാവും, സ്വന്തം ഭൂമിയിലായിരിക്കും വർക്ക് ചെയ്യാം, അവര് ഏറ്റവും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള ആക്ടിവിറ്റി ഉണ്ടാവും. ബട്ട് നമ്മുടെ അഗ്രികൾച്ചർ ലേബർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഹയർ ചെയ്യുന്ന ആൾക്കാരാണ് അഗ്രികൾച്ചർ ലേബേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി വർക്ക്. ഈ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി വർക്ക് എന്ന് പറയുമ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെറിയൊരു സെറ്റപ്പിൽ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി ഉണ്ടാവും. ഇൻഡസ്ട്രി മീൻസ് ഈ ഫുഡ് പ്രോസസ്സിങ്ങോ അല്ലെങ്കിൽ ചെറിയ യൂണിറ്റ് ഓഫ് ടൈലറിങ്ങോ എന്തെങ്കിലും ഒരു ചെറിയൊരു സെറ്റപ്പിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ ഈ കുടിൽ വ്യവസായം എന്നൊക്കെ പറയല്ലോ. അപ്പൊ ഇതിന് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പം ഇങ്ങനെ ഒരു യൂണിറ്റ് മുന്നോട്ട് കൊണ്ടുപോയി ഉപജീവന മാർഗം നയിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഇതിൽ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് നോട്ട് രജിസ്ട്രേഡ് അണ്ടർ ദ ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട് എന്ന് വെച്ചാൽ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ മാത്രമേ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി വർക്ക് എന്ന് പറയുന്നുള്ളൂ. പിന്നെ അതർ വർക്കേഴ്സ് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യാത്ത, ഈ 5 എണ്ണത്തിൽ മെൻഷൻ ചെയ്യാത്ത എല്ലാ കൈൻഡ് ഓഫ് വർക്കും അതർ വർക്കേഴ്സിൽ വരുന്നതാണ്. ഇൻക്ലൂഡ്സ് ഗവൺമെന്റ് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, ഫാക്ടറി വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ വർക്കർ, ഇവരെല്ലാരും ഈ അതർ വർക്കറിലാണ് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. നമ്മൾ NSSOന്റെ കാറ്റഗറി ഓഫ് വർക്കേഴ്സ് കണ്ടു, കാറ്റഗറീസ് ഓഫ് എംപ്ലോയ്മെന്റ് ബൈ സെൻസസ് കണ്ടു, ബൈ NSSO ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 3 കൈൻഡ് ഓഫ് കാറ്റഗറി ആണ് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്. സോ നമ്മള് സെൻസസിൽ 6 എണ്ണം പഠിച്ചു, ഇവിടെ 3 എണ്ണമാണ്. ഈ ഫസ്റ്റ് വരുന്നതിന് 3 സബ് ടോപ്പിക് ആയിട്ട് സബ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ 3 എണ്ണം എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ സെൽഫ് എംപ്ലോയിഡ്, ദെൻ സെക്കൻഡ് വൺ റെഗുലർ സാലറിഡ്, തേർഡ് വൺ ക്യാഷ്വൽ ലേബർ ആണ്. സോ ഫസ്റ്റ് വൺ വരുന്ന സെൽഫ് എംപ്ലോയിഡിന് ഓൺ അക്കൗണ്ട് വർക്കർ, എംപ്ലോയർ, ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 3 സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വന്ന് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള, സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ
നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. സെൽഫ് എംപ്ലോയിഡ്, സെൽഫ് മീൻസ് നമ്മൾ സ്വയം ജോലി ചെയ്യുന്ന ഇതിനാണ് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്. പേഴ്സൺ ഹു ആർ നോട്ട് എൻഗേജ്ഡ് ഇൻ റെഗുലർ സാലറിഡ് ഓർ ക്യാഷ്വൽ ലേബർ വർക്ക് ആണ് സെൽഫ് എംപ്ലോയിഡിൽ വരിക. പിന്നെ ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, വുമൺ, മോസ്റ്റ് ഓഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ വുമൺ ഇതിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു സെൽഫ് എംപ്ലോയിഡിന് 3 കാറ്റഗറി നമ്മൾ സബ് കാറ്റഗറി കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓൺ അക്കൗണ്ട് വർക്കർ, എംപ്ലോയർ ആൻഡ് ഹെൽപ്പേഴ്സ് ഇൻ ദ ഹൗസ് ഹോൾഡ് എന്റർപ്രൈസും നമ്മൾ പറഞ്ഞു. സോ സെൽഫ് എംപ്ലോയിഡിൽ വരുന്ന ഓൺ അക്കൗണ്ട് വർക്കർ എന്താണ്, എംപ്ലോയർ എന്താണ്, ഹെൽപ്പേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൺ അക്കൗണ്ട് വർക്കർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ചെറിയ കൈൻഡ് ഓഫ് സെറ്റപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ലൈക് ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആളുകളില്ലേ, അവര്, പിന്നെ ചെറിയ ടൈലറിംഗ് യൂണിറ്റില് ഇട്ടിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര്, ഇവരൊക്കെയും നമുക്ക് ഓൺ അക്കൗണ്ട് വർക്കറായിട്ട് കണക്കാക്കാം. ഇതിൽ പീസ് വേജ് എന്നൊരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ പീസ് വേജ് എന്ന് പറയുന്നത് വൺസ് എ വർക്ക് കംപ്ലീറ്റഡ്, നമുക്ക് ഒരു കോമ്പൻസേഷൻ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം കിട്ടുന്ന ഒരു ഇതിനാണ്, ടേമിനാണ് പീസ് വേജ് എന്ന് മെൻഷൻ ചെയ്യുന്നത്. ദെൻ വരുന്നത് എംപ്ലോയർ ആണ്. ഈ എംപ്ലോയർ എന്ന് പറയുന്നത് റൺ ആൻ എന്റർപ്രൈസ് ആൻഡ് എംപ്ലോയ് അതേഴ്സ്. ഇപ്പം എംപ്ലോയർ എന്ന് പറയുമ്പോൾ അയാളായിരിക്കും ആ ഇത് ഇൻഡസ്ട്രി, ഒരു സ്മോൾ കൈൻഡ് ഓഫ് ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഹെൽപ്പേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു 4-5 ആളുകളെ ഒരു ഹയർ ചെയ്തിട്ട് അവര് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കും, ഇയാളും വർക്ക് ചെയ്യും. അപ്പം ഇതിൽ വരുന്നത് സ്മോളസ്റ്റ് കാറ്റഗറി ഓഫ് വുമൺ ആണ് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ചെറിയ സോപ്പ് നിർമ്മിക്കുന്ന ആൾക്കാരുണ്ടാവും, ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ നിർമ്മിക്കുന്ന, നമ്മുടെ ഒരു വീട്ടിന്റെ ചുറ്റുപാട് തന്നെ നമ്മൾ ഈ ഒരു സോപ്പ് നിർമ്മിക്കുന്ന, ക്ലീനിങ് മെറ്റീരിയൽസ് നിർമ്മിക്കുന്ന, അങ്ങനത്തെ പല ഐറ്റംസ് നിർമ്മിക്കുന്ന ആളുകളെ കാണാല്ലേ, അവരൊക്കെ നമുക്ക് ഈ ഒരു എംപ്ലോയർ കാറ്റഗറിയിലേക്ക് കണക്കാക്കാം. പിന്നെ ഹെൽപ്പേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ്, ഇതിൽ പറയുമ്പോൾ സ്ത്രീകളെ ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാല് ഇപ്പം നമ്മുടെ വീട്ടില് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യവസായം എന്തെങ്കിലും നടത്തി പോകുന്നുണ്ട് എന്ന് വിചാരിക്കാം. അതിലിപ്പം വീട്ടിലുള്ള ഒരു പുരുഷനായിരിക്കും അത് നയിക്കുന്നുണ്ടാവാം. പക്ഷെ അവിടെ ഹെൽപ്പിനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ആ വീട്ടിലുള്ള സ്ത്രീജനങ്ങളൊക്കെയും ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിന്റെ ഒരു വേജ് എന്ന് പറയുന്നത്, അതിന്റെ ലാഭം എന്ന് പറയുന്നത് ആ പുരുഷന്റെ കയ്യിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. സ്ത്രീകൾക്ക് അതിന്റെ ലാഭമായിട്ടോ അല്ലെങ്കിൽ ഒരു വേജ് ആയിട്ടോ ഹൗസ് ഹോൾഡിലുള്ള ഒരു ബിസിനസ്സിലും ആരും കൊടുക്കൂല. സോ ഹെൽപ്പേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് അതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ റെഗുലർ സാലറീഡും കാഷ്വൽ ലേബറും. ഈ റെഗുലർ സാലറീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മന്ത്ലി എന്താ പറയുക വേജ് കിട്ടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിലോ ഫേമിലോ വർക്ക് ചെയ്തിട്ട് മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി റെഗുലർ ആയിട്ട് വേജ് ഓഫ് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അവര് റെഗുലർ സാലറിഡ് ആണെന്ന് അറിയാം. നമുക്ക് ടീച്ചേഴ്സിന്റെ വർക്ക്, പിന്നെ ചില ഫാക്ടറിയിൽ മന്ത്ലി സാലറി കിട്ടുന്ന ആൾക്കാര്, നമുക്ക് ഒരുവിധം ജോലികളൊക്കെയും കേരളത്തിൽ കാണുന്ന ഒരുവിധം ജോലികളൊക്കെയും റെഗുലർ സാലറിഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. നമുക്ക് മനസ്സിലാവില്ല ഏതൊക്കെയാണ് റെഗുലർ സാലറിയുടെ അല്ലാത്ത ഡെയിലി വേജിനുള്ള വർക്ക് ഏതൊക്കെയാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാഷ്വൽ ലേബർ ആണ്. ഈ കാഷ്വൽ ലേബർ എന്ന് പറയുന്നത് കാഷ്വൽ ബേസിസിലാണ്, നോട്ട് എ റെഗുലർ എംപ്ലോയി എന്ന് പറയുന്നുണ്ട്. ലൈക് ഡെയിലി വേജിന് വർക്ക് എടുക്കുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ ഈ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്ന ആളുകളുണ്ടാവും, അഗ്രികൾച്ചർ ഇതിൽ വർക്ക് എടുക്കുന്നുണ്ടാവും. ഇവരുടെ ഒക്കെ വേജ് എന്ന് പറയുന്നത് ഡെയിലി അല്ലെങ്കിൽ പീരിയോഡിക് വേജ് ബേസിസ് ആയിരിക്കും. പീരിയോഡിക് എന്ന് വെച്ചാൽ എത്ര കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ വീക്ക്ലി അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വർക്ക് കഴിയുന്നവരെ അങ്ങനെ പീരിയോഡിക് ആയിട്ടായിരിക്കും ഇവർക്ക് എന്ത് കിട്ടുക, റെമ്യൂണറേഷൻ കിട്ടുന്നത്. അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല ഇവർക്ക് പൈസ കിട്ടുക. മാത്രമല്ല വർക്ക് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. NSSOന്റെ 68ാമത്തെ റൗണ്ടില് ഈ US റിപ്പോർട്ട്, എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് സർവേയുടെ റിപ്പോർട്ടിൽ 4 കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് UPS, UPSS, CDS, CWS ഇങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ UPS എന്ന് പറയുന്നത് ലേബർ ഫോഴ്സ് ഈസ് മെഷർഡ് ത്രൂ UPS എന്ന് പറയുമ്പം ഒരു റെഫറൻസ് പീരീഡില് അല്ലെങ്കിൽ 1 ഇയറിൽ
മെജോറിറ്റി ഓഫ് ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 ഇയർ ലോങ്ങർ പാർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, റഫറൻസ് പീരീഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളുകളെയാണ് UPS എന്ന് പറയുന്നത്. UPS പറയുമ്പം ഇഫ് ദ ടൈം ഇൻ ലേബർ ഫോഴ്സ് ഈക്വൽ ടു ടൈം ഔട്ട്, പ്രയോറിറ്റി ഈസ് ഗിവൺ ടു ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നും പറയുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞു റഫറൻസ് പീരീഡിൽ അല്ലെങ്കിൽ 1 ഇയറിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് എന്ത് പറയുന്നത്, നമ്മള് UPS എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, UPS എക്സ്ക്ലൂഡ്സ് those employed or unemployed for less than 6 months. ഇപ്പം ലെസ് ദാൻ 6 months വർക്ക് ചെയ്ത ആളുകളൊന്നും UPS വരില്ല. നമുക്ക് നോക്കാം, ഒരു 2 ആളുകളുണ്ട്, മീന ആൻഡ് അമ്മു. അപ്പം ഈ മീന എന്ന് പറയുന്ന വ്യക്തി ഒരു ടീച്ചിങ് ആയിട്ട് ജോബിൽ കയറി, അവർക്ക് 1 ഇയർ ആയിരുന്നു കോൺട്രാക്ട്, അവർ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത്. വേറൊരാൾക്ക് ഒരു കോൺട്രാക്ട് പോലത്തെ ഒരു വർക്ക് വന്നു, അവർക്ക് വരുന്നത് 2 months ആണ്. ഈ 2 monthsന് വർക്ക് ചെയ്യുന്ന അമ്മു UPS വരൂല, ബട്ട് മീന വരും. UPSന്റെ കാറ്റഗറിയിൽ മീന വരും, ബിക്കോസ് 1 ഇയർ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വരുന്നത് യൂഷ്വൽ പ്രിൻസിപ്പൽ സബ്സിഡറി സ്റ്റാറ്റസ് ആണ്. ഈ യൂഷ്വൽ പ്രിൻസിപ്പൽ സബ്സിഡറി സ്റ്റാറ്റസ് എന്താണ്? നമ്മള് നേരത്തെ പറഞ്ഞത് 1 ഇയറിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും, 1 ഇയറിൽ അല്ലെങ്കിൽ മോർ ദാൻ 6 months വർക്ക് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ ഇവിടെ ലെസ് ദാൻ 6 months ആണ്, അല്ലെങ്കിൽ ആ ഒരു 1 ഇയർ എന്നുള്ളൊരു ക്രൈറ്റീരിയ ഇവിടെ ഒരു വെക്കുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഔട്ട്സൈഡ് ദ ലേബർ ഫോഴ്സ് ഔട്ട്സൈഡ് ദ ലേബർ ഫോഴ്സ് ബൈ മെജോറിറ്റി ടൈം ക്രൈറ്റീരിയൻ എന്നും പറയുന്നുണ്ട്. സോ ഇൻ SSLC 61st റൗണ്ടിൽ പറയുന്നുണ്ട്, ദോസ് അൺഎംപ്ലോയ്ഡ് ഓർ ഔട്ട് ഓഫ് ലേബർ ഫോഴ്സ് ബട്ട് വർക്ക്ഡ് അറ്റ്ലീസ്റ്റ് 30 days ഇൻ എ ഇയർ വർ ട്രീറ്റഡ് ആസ് എ സബ്സിഡറി വർക്കേഴ്സ്. അപ്പം അറ്റ്ലീസ്റ്റ് 30 day എന്നുള്ളൊരു നമ്പർ വരുന്നുണ്ട് അല്ലെ. നമുക്ക് 6 months 1 ഇയർ എന്നുള്ളൊരു നമ്പർ അല്ല വരുന്നത്, അറ്റ്ലീസ്റ്റ് 60 days എന്ന് പറയുന്ന നമ്പർ വരുന്നുണ്ട്. സോ നമ്മുടെ UPS പറഞ്ഞു, UPSS പറഞ്ഞു. ഇനി കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ് ആണ് CWS പറയുന്നത്. ഇത് വീക്ക്ലി എന്നുള്ള നെയിം മെൻഷൻ ചെയ്ത പോലെ തന്നെ വീക്ക്ലി സ്റ്റാറ്റസ് ആണ് നമ്മൾ ഇതില് നോക്കുന്നത്. വീക്ക്ലി സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഒരു വീക്കില് എത്ര അവർ വർക്ക് ചെയ്തു എന്നുള്ളത്. ഒരു മനുഷ്യൻ അറ്റ്ലീസ്റ്റ് 1 hour വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ 1 hour വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 hour പെർ ഡേ, ഒരു വീക്കില്, ഒരു റെഫറൻസ് വീക്കില്, ഒരു ഡേയിൽ അറ്റ്ലീസ്റ്റ് 1 hour വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറന്റ് വീക്ക്ലി സ്റ്റാറ്റസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ദെൻ വരുന്നത് CDS ആണ്. ഈ CDS എന്ന് പറയുമ്പോൾ എന്താണ്, ഈ നമ്മുടെ CWS-ഉം CDS-ഉം ധൻവാല കമ്മിറ്റി ആണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം CDS പറയുമ്പോൾ കറന്റ് ഡെയിലി സ്റ്റാറ്റസ് ആണ്. അപ്പം നമ്മൾ നേരത്തെ വീക്കിലി 1 hour വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മൾ റെഫറൻസ് ആയിട്ട് നോക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ഇതിൽ നോക്കുന്നത്, CDS-ൽ നോക്കുന്നത്, ഒരു റെഫറൻസ് വീക്കില് 14.5 day അല്ലെങ്കിൽ 7 day വരുന്ന ഒരു റെഫറൻസ് വീക്കില് ഒരാള് ലെസ് ദാൻ 4 hours ടു മോർ ദാൻ 4 hours വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് നോക്കുന്നത്. ഇപ്പം ഒരു വ്യക്തി A എന്ന് പറയുന്ന വ്യക്തി, അയാള് ഒരു 6 ദിവസം 5 to 6 hour വർക്ക് ചെയ്തിട്ടുണ്ട്. വേറൊരാള് ഈ 6 ദിവസത്തില് ആദ്യത്തെ 2 ദിവസം 4 hour വർക്ക് ചെയ്തു, ബാക്കിയുള്ള ദിവസം വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഈ ഫസ്റ്റ് വർക്ക് ചെയ്ത ആളെ അയാള് ഫുൾ ഇന്റൻസിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും, സെക്കൻഡ് വർക്ക് ചെയ്ത ആള് ഹാഫ് ഇന്റൻസിറ്റിയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഈ ഒരു കറന്റ് ഡെയിലി സ്റ്റാറ്റസിൽ വരുന്നത്. പിന്നെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ളത് ദീസ് മെത്തേഡ്സ്, എന്താ പറയാ, ഈ എല്ലാ മെത്തേഡിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുന്നുണ്ട്. CWSന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഷോർട്ടർ റെഫറൻസ് പീരീഡ് ലൈക്ക് 7 days ഒക്കെ, എന്താ പറയാ, ആ ഒരു സീസണൽ പാറ്റേൺസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് CWSൽ പറയുന്നത്. CDSലേക്ക് വരുമ്പോൾ ദീസ് മെത്തേഡ്സ് പ്രൊവൈഡ് കോംപ്രഹെൻസീവ് ഇൻഫർമേഷൻ ബൈ റിഫ്ലക്ടിങ് ടൈം യൂട്ടിലൈസേഷൻ. നമ്മുടെ എന്താ പറയാ, വർക്കിനെ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇന്റൻസിറ്റി ആണല്ലേ നമ്മൾ നോക്കുന്നത്. സോ എത്രത്തോളം വർക്ക് ടൈം യൂട്ടിലൈസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഇന്റൻസിഫൈ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക്
ചെക്ക് ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഒരു പേഴ്സൺ ഡേയ്സ് ആണ്, ബട്ട് റാദർ ദാൻ ഇൻഡിവിജ്വൽ പേഴ്സണിൽ ഇത് അഡ്രസ്സ് ചെയ്തു പോകുന്നത് എന്ന് പറയാം. ദെൻ നമ്മുടെ ഒരു ലാസ്റ്റ് ടോപ്പിക് ഈ ഒരു സെഷനിലാണ് ILOന്റെ കൺസെപ്റ്റ് ഓഫ് ഡീസന്റ് വർക്ക്. ILO എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. സോ ഡെഫിനേഷൻ ഡെവലപ്ഡ് ബൈ ILO ആൻഡ് എൻഡോസ്ഡ് ഇന്റർനാഷണലി. So, productive work for women and men in condition of freedom, equity, security and human dignity. ഇതാണ് ഡീസന്റ് വർക്കിന്റെ ഡെഫിനേഷൻ ആയിട്ട് വരുന്നത്. ഈ 4 നോംസ് വരുന്നത് ഫ്രീഡം, ഇക്വിറ്റി, സെക്യൂരിറ്റി ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു 4 കാറ്റഗറി നമ്മൾ ജോലി ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഒരു ഭൂമിയിൽ ജീവിക്കുമ്പം ഈ 4 നോംസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹമില്ലേ? നമുക്ക് ഫ്രീഡം കിട്ടാൻ ആഗ്രഹമുണ്ട്, ഇക്വാലിറ്റി ഉള്ള രീതിയിൽ ഇക്വാലിറ്റി നമ്മൾ ഡിഫറൻസ് ഉണ്ട്, ബട്ട് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈക്വൽ ആയിട്ട് നമ്മളെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമില്ലേ? പിന്നെ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റീസ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റീസ് കിട്ടാൻ വേണ്ടി ആഗ്രഹമില്ലേ? ഹ്യൂമൻ ഡിഗ്നിറ്റി, നമ്മൾ പല രീതിയിലും ഡിസ്ക്രിമിനേറ്റ് ആവാതെ പല സാഹചര്യങ്ങളും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഡിസ്ക്രിമിനേഷൻ നേരിടാതെ എല്ലാവരും തുല്യരാണെന്നുള്ള രീതിയിൽ ജീവിക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? സോ ഇതൊക്കെയും വർക്കിൽ വരുമ്പോ അല്ലെങ്കിൽ ഇതൊക്കെയും വർക്കിൽ ഇൻവോൾവ് ആവുമ്പോഴാണ് ഡീസന്റ് വർക്ക് എന്ന് ILO മെൻഷൻ ചെയ്തിട്ടുള്ളത്. 5 ഫീച്ചേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഡീസന്റ് വർക്ക്: ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊഡക്റ്റീവ് വർക്ക് വിത്ത് ഫെയർ ഇൻകം. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് വർക്ക് ചെയ്യുന്നതിന് ഇപ്പം ഒരാൾ 8 hour പെർ ഡേ വർക്ക് ചെയ്യുന്നുണ്ട്, അയാൾക്ക് കിട്ടുന്നത് ഒരു 200 ലെസ് ദാൻ റുപ്പീസ് ആണ്. ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ 200 ലെസ് ദാൻ റുപ്പീസ് ഫോർ 8 hour എന്ന് പറയുന്നത്. ആരെങ്കിലും പല ആളുകളും ഇപ്പോഴും അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊരു സത്യമാണ്. ബട്ട് നമ്മുടെ എന്താ പറയാ വർക്ക് നമ്മൾ ചെയ്യുന്ന അനുസരിച്ചുള്ള വർക്കിന് നമുക്ക് ഫെയർ ആയിട്ടുള്ള ഇൻകം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡീസന്റ് വർക്ക് ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. അത് ഡീസന്റ് വർക്ക് മാത്രമല്ല, നമ്മുടെ ഒരു നമുക്ക് കൂടെ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി കുറയുന്ന രീതിയിൽ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ആയിട്ട് അവർ കണക്കാക്കുന്ന പോലെ അല്ലേ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ സെക്യൂരിറ്റി ഇൻ വർക്ക് പ്ലേസ്, ഇപ്പം പല ആളുകളും പല അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഇൻഫോർമൽ സെക്ടറിൽ. നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ വരുമ്പോൾ പല ആളുകളും ഇത് ജസ്റ്റ് കയറിന്റെ മുകളിൽ തൂങ്ങി നിന്നിട്ട് വർക്ക് ചെയ്യുന്ന, പെയിന്റിംഗ് വർക്ക് ആയാലും കൺസ്ട്രക്ഷൻ വർക്ക് ആയാലും ചെയ്യുന്ന കാണാറില്ലേ? പിന്നെ പല ഫാക്ടറി വർക്കുകളിൽ ചെയ്യുന്ന ആളുകള് യാതൊരുവിധ സെക്യൂരിറ്റി ഇല്ലാതെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു വർക്കൊക്കെ സെക്യൂരിറ്റി ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ കൂടെ ഇവർക്ക് സോഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടോ ഉള്ളത് നമ്മൾ നോക്കണം. സോഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ലൈക്ക് വർക്കേഴ്സിനായാലും ഫാമിലി മെമ്പേഴ്സിനായാലും ഇൻഷുറൻസ് പോലെയുള്ള, ഇൻസെന്റീവ് പോലുള്ള, PF പോലുള്ള, എന്താ പറയുക, മോണിറ്ററി ആയാലും ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള ബെനിഫിറ്റ് ആയാലും ബെനിഫിഷ്യറീസ് കിട്ടുന്നുണ്ടോ എന്നുള്ള, അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും എന്തില് ഡീസന്റ് വർക്കിൽ വരുന്നതാണ്. പിന്നെ പേഴ്സണൽ ഡെവലപ്മെന്റും സോഷ്യൽ ഇന്റഗ്രേഷനും. ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, അയാൾ വർക്ക് ചെയ്യുന്നത് അയാൾക്ക് ഡെവലപ്പ് ആവാൻ കഴിയുന്നില്ലെങ്കിൽ, ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു വർക്ക്, ഞാനൊരു പ്രത്യേക സബ്ജക്ട് പഠിച്ചു, ആ ഒരു ഇതായിട്ടുള്ള അല്ലെങ്കിൽ ആ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കല്ല ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം AI ഒക്കെ ഇന്റഗ്രേഷൻ വരുന്നുണ്ട്, സോ അതിനനുസരിച്ച് എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ജോലി അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്ക് അതിലൊരു ഡെവലപ്മെന്റ് ഉണ്ടാവും ഇല്ല. സോ ബെറ്റർ പ്രോസ്പെക്ട്സ് ഫോർ പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നതും ഫീച്ചർ ഓഫ് ഡീസന്റ് വർക്കാണ്. ദെൻ ഫ്രീഡം ടു എക്സ്പ്രസ് കൺസേൺ, ഓർഗനൈസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ. ലൈക്ക് നമ്മുടെ ഒരു പല ഫോമുകളിലും നമ്മുടെ കൺസേൺസ് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാനോ പാർട്ടിസിപ്പേറ്റിംഗ് ഡിസിഷൻ, അവരുടെ ഫോമിലെ ഡിസിഷൻ മേക്കിന്റെ ഭാഗമാവാനോ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരിക്കലും തൊഴിലാളികൾക്ക്, ആ ഒരു ഫോമിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് കഴിയാറില്ല അല്ലെ? സോ അതൊക്കെയും ഇൻക്ലൂഡ് ആയാൽ മാത്രമേ അത് ഡീസന്റ് വർക്ക് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് വരുന്ന ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഈ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പറയുന്നപ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ പല രീതിയിലും ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ രീതിയിൽ, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പം അത് കളറിന്റെ ആവാം, നമ്മുടെ പ്ലേസിന്റെ ആവാം, നമ്മൾ വരുന്ന കാസ്റ്റിന്റെ ആവാം, റിലീജിയന്റെ ആവാം, ഈവൻ സെക്ഷൽ ആയിട്ടുള്ളതാവാം, ആണോർ പെണ്ണ് എന്നുള്ള രീതിയിലാവാം. ഈ ഒരു രീതിയിലും ഡിസ്ക്രിമിനേഷൻ നേരിടാതെ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡീസന്റ് വർക്കായിട്ടും കണക്കാക്കാൻ പറ്റും. ഡീസന്റ് വർക്ക് അജണ്ട പ്രോഗ്മാറ്റിക് അപ്രോച്ചിൽ എന്താ പറയുന്നത്? ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ്. ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ആണ് ആൻഡ് ഡീസന്റ് വർക്ക് അറ്റ് ഓൾ ലെവൽസ്. നമ്മള് നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മാക്സിമം എംപ്ലോയ്മെന്റ് അവിടെ ഷോ ചെയ്യും.
മാത്രമല്ല ഡീസന്റ് വർക്ക് ആയിട്ടുള്ള ഓൾ ലെവലിലും നമുക്ക് ഡീസന്റ് വർക്ക് ചെയ്യണം. അതാണ് നമ്മുടെ അജണ്ട. 4 പില്ലേഴ്സ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? എംപ്ലോയ്മെന്റ് ക്രിയേഷൻ ആൻഡ് എന്റർപ്രൈസ് ഡെവലപ്മെന്റ്, സോഷ്യൽ പ്രൊട്ടക്ഷൻ, സ്റ്റാൻഡേർഡ്സ് ആൻഡ് റൈറ്റ് അറ്റ് വർക്ക്, ഗവേണൻസ് ആൻഡ് സോഷ്യൽ ഡയലോഗ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഈ ഒരു യൂണിറ്റ് എൻഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒരു നാരോ ഡൗൺ ആയിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് വേഗം ഒന്ന് ഒഴിച്ചു പോവാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, എന്തൊക്കെയാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് പറഞ്ഞത് നമ്മൾ എന്താണ് വർക്കിന്റെ ഡെഫിനേഷൻ, അത് ഡിഫറെന്റ് ഇയറിൽ നമ്മൾ കണ്ടു. ദെൻ വരുന്നത് എസ്റ്റിമേറ്റ്, യുഎൻ എസ്റ്റിമേറ്റ് നമ്മൾ കണ്ടു. ഡീഫെമിനൈസേഷൻ എന്നുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, അതുപോലെ തന്നെ പഠിച്ചു പോവാം. കാറ്റഗറീസ് ആസ് പെർ ദ സെൻസസും പഠിച്ചു, അത് 6 ഉണ്ട്. NSSOന്റെ 3 സെൽഫ് എംപ്ലോയിഡിൽ വരുന്ന 3 സബ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. പിന്നെ EUS റിപ്പോർട്ടിൽ വരുന്ന കാറ്റഗറീസ് ഓഫ് വുമൺ വർക്കർ എന്ന് പറയുന്നുണ്ട്. അത് UPSS, കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ്, CDS, ദാറ്റ് കറന്റ് ഡെയിലി സ്റ്റാറ്റസ് എന്നുള്ള 4 നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് ഡീസന്റ് വർക്ക് എന്നുള്ളതും പഠിച്ചു. സോ ഇറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങളെല്ലാവരും ഹാപ്പി ലേണിംഗ് ആണ് ഞാൻ വിഷ് ചെയ്തത്. എൻജോയ് ചെയ്ത് തന്നെ പഠിക്കുക. നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമ്മുടെ ഈ യൂണിറ്റിലെ നെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.